കേരളത്തിലെ ഏക ഉറുദു പള്ളിയായ പാലക്കാട് ഡയറ തെരുവിലെ ഹനഫി ഉറുദു ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുകയാണ്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിലെ ഉറുദു പ്രഭാഷണം മുതൽ വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം വരെ ഇവിടെ വേറിട്ട രീതിയാണ്. പാലക്കാട് നഗരത്തിലെ ഡയറ സ്ട്രീറ്റിലാണ് ഉറുദു പള്ളിയെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഹനഫി ഉറുദു ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സേനയിലെ പടയാളികളായി ശ്രീരംഗപട്ടണത്തു നിന്നും പാലക്കാട് എത്തിയവരുടെ പിന്മുറക്കാരാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഡയറ തെരുവിൽ താമസിക്കുന്നവർ. തെരുവിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ ആശയവിനിമയം നടത്തുന്നത് ഉറുദു ഭാഷയിലാണ്. പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ മാത്രം ഇവർ മലയാളത്തിൽ സംസാരിക്കും. എന്നാൽ ഇവർക്കിടയിൽ ഉറുദുവിൽ മാത്രമാണ് പരസ്പരം സംസാരിക്കാറുള്ളത്. പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ഉറുദുവിൽ തന്നെ. നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിന്ന് വന്ന അവരെ കൂടെ വന്നവരാണ്. എന്നിട്ട് ഞങ്ങളിവിടെ സെറ്റിലായി. മൈസൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മുടെ പൂർവികരൊക്കെ ഞങ്ങളടുത്ത് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഉറുദു ഈ ഏരിയയിലാണ് ഉറുദു സ്പീക്കിംഗ് ഉള്ള മുസ്ലിങ്ങളുള്ളത്. ഉറുദു അറബി ഇതിലാണ് ഞങ്ങളുടെ പ്രാർത്ഥന കംപ്ലീറ്റ്, പ്രസംഗങ്ങൾ കംപ്ലീറ്റ് ഉറുദുവിലാണ്. റമദാൻ വ്രതനാളുകളിൽ ഡയറ തെരുവിലുള്ളവർ പള്ളിയിൽ ഒരുമിച്ചെത്തിയാണ് നോമ്പ് തുറക്കുന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഏറെ പ്രത്യേകതകളുള്ള ജീവിത രീതിയെ ഡയറ തെരുവിലുള്ളവർ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ നൽകുന്ന ജീരകക്കഞ്ഞിക്കും ഉത്തരേന്ത്യൻ രുചിയുണ്ടെന്ന് നാട്ടുകാർ പറയാറുണ്ട്. പൂർവികർ നൽകിയ സ്വത്തം കാത്തുസൂക്ഷിച്ചാണ് ഡയറ തെരുവിലുള്ളവർ ഇന്നും ജീവിക്കുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.